ഹലോ ക്യൂട്ടീസ്, ഞങ്ങൾ ഇന്നുള്ളത് സിറ്റി ഓഫ് പാലസസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മൈസൂരിലാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ മൈസൂർ ട്രിപ്പിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 3 മണിക്കൂറുണ്ട് മൈസൂരിലേക്ക്. ഞങ്ങൾ മൈസൂർ എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ മൈസൂരിൻ്റെ ഭംഗി ആസ്വദിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്, ഇന്ദ്രലോക കംഫേർട്സ്. കർണാടകയിലെ എല്ലാ റിസോർട്ടിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. റിസോർട്ടിൻ്റെ മുന്നിൽ തന്നെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ലഗേജ് എടുക്കാൻ പോയ പ്രശോഭേട്ടനെ തപ്പുകുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ കയറി വന്നത് ട്രൗസർ ഇട്ട ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടനാണ്. ആൾക്ക് പ്രായമൊക്കെ ഉണ്ട്, എന്നാലും ഇപ്പോഴും ട്രൗസറൊക്കെ ഇട്ടിട്ടാണ് നടപ്പ്. അങ്ങനെ ഞങ്ങൾ കീ ഒക്കെ വാങ്ങി ഞങ്ങളുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി 3rd ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ ഇതാ റൂം എത്തി. ഇത് പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത റിസോർട്ട് ആയതുകൊണ്ട് തന്നെ റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. വന്ന പാടെ തന്നെ ഞാനും തപ്പുകുട്ടിയും ബെഡിൽ ചാടി കയറി കിടന്നു. പിന്നെ ഇത് കണ്ടോ, ഇത്രയും വലിയൊരു കർട്ടൻ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും വലിയൊരു വിൻഡോ ആണിത്. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, നമുക്ക് മൈസൂരൊക്കെ കണ്ടേ. ദേ ഞങ്ങൾ ഇറങ്ങി. മൈസൂരിൽ വരാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ഞാനും ഇതാദ്യമായിട്ടല്ല കേട്ടോ മൈസൂരിൽ വരുന്നത്. ഞാൻ സ്കൂൾ ടൂർ വന്നത് മൈസൂരിലായിരുന്നു. ഇന്ന് ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അന്നത്തെ ഓർമ്മകളൊക്കെ തിരികെ വരുന്നുണ്ട്. പോണ വഴിക്ക് ഇതാ കുറേ ആടുകളെ കണ്ടു. ആടുകളൊക്കെ വരി വരിയായി വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് നടന്നു പോണത്. ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ ടീച്ചർമാരും ഞങ്ങൾ പണ്ട് ടൂർ പോകുമ്പോൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. ഞങ്ങൾ കുറച്ച് യാത്ര ചെയ്തപ്പോഴേക്ക് സന്ധ്യ ആവാറായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് മിസ് ചെയ്യരുതെന്ന് വിചാരിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതാണ് ഇൻഫോസിസ് ക്യാമ്പസ്. അകത്ത് കയറാനൊന്നും പറ്റില്ല കേട്ടോ. ഇത്രയും മനോഹരമായ ഒരു ഓഫീസ് ക്യാമ്പസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട് അമ്പിളിയുടെ ഹസ്ബൻഡ് KP ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യണത്. അവർ പറഞ്ഞു തന്നെ ഈ ഓഫീസിനെ കുറിച്ച് നല്ലൊരു പിക്ചർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിലും ഗംഭീരമായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ. ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അടുത്തതായി ഞങ്ങൾ എത്തിയത് സ്നോ പാർക്കിലാണ്. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ചില്ല് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഞങ്ങൾ എല്ലാ ഗെയിംസിലും കയറി കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇതൊരു കോട്ടൺ ക്യാൻഡി വെൻഡിങ് മെഷീനാണ്. ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഡിസൈനുള്ള കോട്ടൺ ക്യാൻഡി നമുക്ക് ഉണ്ടാക്കി തരും. സ്നോ പാർക്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തതായി വന്നത് ഒരു മലയാളി ഹോട്ടലിലേക്കാണ്, ചേട്ടായിസ് റെസ്റ്റോറൻറ്റ്. വന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഹോട്ടൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുഴുവനായും മരത്തിൽ തന്നെ തീർത്തൊരു ഹോട്ടലാണ്. പിന്നെ നല്ല സൂപ്പർ ആംബിയൻസ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കാട ബിരിയാണിയും കൊത്തു പൊറോട്ടയും ചപ്പാത്തിയും പിന്നെ ഒരു ഡക്ക് മാപ്പാസുമാണ്. ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു.
അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പിയായി ഞങ്ങളുടെ മൈസൂർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ അവസാനിപ്പിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 ഞങ്ങൾ ഉടനെ ഇടുന്നതായിരിക്കും. സോ അത് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിത്ത് ഓൾ ലവ്, യുവർ ഷാക്കി.